നമസ്കാരം. സഹജീവികളോട് കരുണയില്ലാത്തവൻ, മനോനില തെറ്റിയവനെ AKGക്ക് മുകളിൽ വാഴിക്കണോ? ജി ശക്തിധരൻ ഒരു ചെറിയ സഖാവല്ല, ഒരു മുഴുത്ത സഖാവ് തന്നെയാണ്. ഈ സഖാവിനെ അങ്ങനെ ആരും മറക്കില്ല. കാരണം കൈതോലപ്പായയിൽ 2,35,000 രൂപ ഉന്നത CPM നേതാവ് കടത്തിയെന്ന് ആരോപണമുന്നയിച്ച CPM പത്രമായ ദേശാഭിമാനിയുടെ മുൻ അസോസിയേറ്റ് എഡിറ്റർ ജി ശക്തിധരൻ അതുതന്നെ. ആരോപണമൊക്കെ വലിയ ചർച്ചയായി, കോൺഗ്രസ് അടക്കം വിഷയം ഏറ്റെടുത്തു. പക്ഷേ എന്തുകൊണ്ടോ അതങ്ങ് ക്ലച്ച് പിടിച്ചില്ല. കാരണം അത് ഏറ്റുപിടിക്കുവാൻ ഒരു നല്ല പ്രതിപക്ഷം പോലും ഇല്ല എന്നതാണ് ഈ നാടിൻ്റെ വലിയ ദുരന്തമെന്ന് പറയപ്പെടുന്നത്. എന്നാൽ അത് പാർട്ടിയുടെ മുടിചൂടാമന്നന്മാരുടെ ഉറക്കം കെടുത്തി എന്ന കാര്യത്തിൽ സംശയമില്ല. അന്തം കമ്മികൾക്കിടയിൽ ഒരു നോട്ടപ്പുള്ളി കൂടിയായി ജി ശക്തിധരൻ, മുഖ്യമന്ത്രിയുടെ കണ്ണിലെ കരട്. ഇതെന്തിനാ ഇപ്പോൾ പറയുന്നത് എന്ന് വെച്ചാൽ, ഇപ്പോൾ അദ്ദേഹം ഇട്ട ഒരു പോസ്റ്റ് വളരെ ശ്രദ്ധേയമാണ്. അതിൽ വളരെ വ്യക്തമായ ചില തുറന്നു പറച്ചിലുകൾ കൂടി നടത്തുകയാണ് ആ പഴയ കമ്മ്യൂണിസ്റ്റുകാരൻ. സഹജീവികൾക്കായി കത്തിയെരിയുന്ന സൂര്യനോ പിണറായി വിജയനെ ഇന്ന് സ്തുതിച്ചെഴുതിയ CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാഗേഷ് ഒരു വഴിപോക്കനല്ലോ എന്ന് പറയുകയാണ്. ഏതെങ്കിലും ഒരു ജില്ലാ സെക്രട്ടറി പാർട്ടിക്ക് ജന്മം കൊടുത്തതോ ജീവൻ ബലിയർപ്പിച്ചതോ ആയ ഏതെങ്കിലും നേതാവിനെ കുറിച്ച് ഇങ്ങനെ എഴുതി കണ്ടിട്ടില്ല. കണ്ണൂരിലെ 100 കണക്കിന് രക്തസാക്ഷികളെ അപമാനിക്കുകയാണ് KK രാഗേഷ് ഇതിലൂടെ. ഇത്ര മൂഢനാണോ ഇയാൾ? കേരളത്തിലെ എത്രയോ സഭ്യസാചികളായിട്ടുള്ള പുകൾപെറ്റ മഹാമേരുക്കളുടെ ജന്മനാടാണ് കണ്ണൂർ. തൂക്കുമരങ്ങൾക്ക് മുന്നിൽ അടിപതറാതെ ശിരസ് കാണിച്ചു കൊടുത്ത യോദ്ധാക്കളുടെ മുന്നിൽ വെറും ഊച്ചാളി മാത്രമായി വിഹരിച്ച മനോനില തെറ്റിയ ഒരുവനെ AKGക്ക് മുകളിൽ വാഴിക്കാൻ ഒരു KK രാഗേഷിനും അവൻ്റെ അച്ചിക്കും ഖജനാവ് തുറന്നു കൊടുത്ത് കിട്ടിയതാണോ ഈടോ നൃശംസ കാലം ഇങ്ങനെ ഇയാളെ കൊണ്ട് പറയിപ്പിച്ചത് എന്ന് പച്ചയ്ക്ക് ചോദിക്കുകയാണ് ജി ശക്തിധരൻ. പിണറായി വിജയനെ കണ്ടാൽ ചുണ്ടിന്മേൽ വാലുകുത്തി നിൽക്കുക എന്നത് KM എബ്രഹാംമാരുടെയും M ശിവശങ്കരന്മാരുടെയും ഡോക്ടർ ദിവ്യ S അയ്യർമാരുടെയും നിയോഗമാണ്. ഈ നാടിൻ്റെ യശസ് ഉയർത്തിയ ഭരണാധിപനാണോ ഇയാൾ? അതോ മുഖ്യമന്ത്രിമാരിൽ കേരളം കണ്ട പ്രഥമ കമ്മ്യൂണിസ്റ്റ് അഴിമതി രാജാവോ? അയാളുടെ കൂടെ ശൃംഗാരവേഷധാരികളായി മതിച്ചു നടക്കാൻ എത്ര വേണമെങ്കിലും പെണ്ണുങ്ങളെ കിട്ടുമായിരിക്കും. പദവികളും പ്രതാപവും അവർക്ക് ഇഷ്ടം പോലെ ചാർത്തി കിട്ടിയെന്നും വരാം. 4 വർഷം അവിടെ കയറി പറ്റിയിട്ട് അവിടെ സ്വറ പറഞ്ഞിരിക്കാൻ ഇണകളെ കണ്ടെത്തി എന്നല്ലാതെ ഏതെങ്കിലും പദ്ധതിയുടെ വിജയത്തിന് എന്ത് സംഭാവനയാണ് ഈ മഹാനായ KK രാഗേഷ് ചെയ്തത് എന്നുള്ളതാണ്. ഇപ്പോൾ ഏതെങ്കിലും പദവിയിൽ വിരാജിക്കുന്ന ഒരാളെങ്കിലും ഭരണം മാറിയാൽ ഇനി അവിടെ കാണുമോ? കാക്ക മലർന്നു പറക്കണം. കേരളം കണ്ട മുഖ്യമന്ത്രിമാരിൽ ഭരണതന്ത്രജ്ഞരിൽ ഒന്നാമൻ ആരാണ് എന്ന് ചോദിച്ചാൽ തൻ്റെ അഭിപ്രായത്തിൽ അക്കാര്യത്തിൽ അത് പിണറായി വിജയൻ തന്നെയാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. പക്ഷെ അദ്ദേഹത്തോട് വിദ്വേഷം വെച്ച് പുലർത്തുന്നവർക്ക് അങ്ങനെ തോന്നണമെന്നില്ല. കാരണം കേരളത്തിൽ അസാധ്യമായിരുന്ന തുടർഭരണത്തിൻ്റെ ബാലികേറാമല അനായാസം അതിജീവിക്കുവാൻ കഴിഞ്ഞ ആദ്യ ഭരണാധികാരി എന്ന തൂവൽ മാത്രം മതി പിണറായിക്ക് അത്തരത്തിൽ ഖ്യാതിയുടെ തൊപ്പി ചൂടി നടക്കാൻ. മാത്രമല്ല, ഭാവിയിൽ ഉണ്ടാകുന്ന ഒരു മുഖ്യമന്ത്രിക്കും അത് ഏത് പക്ഷത്തു നിന്നായാലും അത്തരം അവസരം ഇനി ലഭിക്കാനുമിടയില്ല. അത്ര കലുഷിതവും മലീമസവുമായിരിക്കും ഭാവി കേരള രാഷ്ട്രീയം എന്നുള്ളത്. അസൂയയും കുശുമ്പും മനുഷ്യപ്പറ്റില്ലായ്മയും അധികാരമോഹവും മൂത്ത വർഗീയതയും കുതികാൽവെട്ടും തിമിർത്താടുമ്പോൾ കേരളത്തിൽ മൂല്യങ്ങൾ ഇനി ഒരു മരീചിക മാത്രമായി മാറും. പിണറായി വിജയന് തുടർഭരണത്തിൻ്റെ ചെങ്കോൾ സധൈര്യം ഉയർത്തിപ്പിടിക്കുവാൻ കഴിഞ്ഞത് തന്നെ കേരള സമൂഹത്തിന് എന്തുമാത്രം മൂല്യശോഷണം സംഭവിച്ചു എന്നതിൻ്റെ ഏറ്റവും വലിയ ദൃഷ്ടാന്തമാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. TP ചന്ദ്രശേഖരൻ്റെ വധം മാത്രം എടുത്ത് പരിശോധിച്ചാൽ മതി കേരളം തന്തയ്ക്ക് പിറക്കാത്തവരുടെ ഒരു സമൂഹമായി എന്നേ ഷണ്ടത്വം ബാധിച്ചതാണ് എന്ന് തെളിയിക്കപ്പെട്ടതാണ്. ഇത്ര പൈശാചിക കൊല കേരളം ജന്മം കൊണ്ട ശേഷം നടാടയായിരുന്നുവെങ്കിലും അതിനെതിരായ ജനരോഷത്തിന് ഒരു സോപ്പ് കുമിളയുടെ ആയുസ്സല്ലേ ഉണ്ടായുള്ളൂ എന്ന് പറയേണ്ടിയിരിക്കുന്നു. അത്ര കണ്ട് വികലമായ രാഷ്ട്രീയ ധ്രുവീകരണത്തിലേക്ക് കേരളം എടുത്തെറിയപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നു. കേരളത്തിലെ
ബൗദ്ധിക ലോകം നിർലജ്ജം CPM-ന്റെ കണ്ണഞ്ചിപ്പിക്കുന്ന ആസ്തിയിൽ ഭ്രമിച്ചു വീണു കഴിഞ്ഞിരിക്കുന്നു എന്ന് പറയപ്പെടുന്നു. TP വധവും MN വിജയൻ മാഷിനെതിരായ വ്യക്തിഹത്യയും എത്ര സാഹിത്യകാരന്മാരെ ലക്ഷാധിപതികളാക്കി എന്നുള്ളതാണ്. ചങ്ങാത്ത മുതലാളിത്തത്തോടുള്ള നാനാജാതി മതസ്ഥരുടെ പുണ്യ ആരാധനാലയങ്ങളുടെ പരിലാളനങ്ങളിൽ തൊട്ടുരുമി നിൽക്കുന്ന ഭൂമികയിൽ എങ്ങനെയാണ് ഇത്തരം ദൃഷ്ട വ്യാഘ്രങ്ങൾക്ക് കടന്നുകൂടി സ്ഥിരപ്രതിഷ്ഠ നേടാൻ കഴിയുന്നത് എന്നുള്ള ചിന്ത കൂടി ഉണ്ടാകുന്നുണ്ട്. 2012 മെയ് 4 രാത്രി സംഭവിച്ചത് 2 വർഷത്തിന് ശേഷം ഫ്ലാഷ് ബാക്കിൽ കണ്ടു നോക്കൂ. ആരാണ് കൊല്ലപ്പെട്ടത് എന്ന് തത്സമയം തന്നെ ലോകത്തിന് ബോധ്യപ്പെട്ടു. വാടക കൊലയാളികളാണ് ഹിംസ നടത്തിയത് എന്നും ആ കൊലയാളികൾക്ക് കൊല്ലപ്പെട്ടവനുമായിട്ട് ഒരിക്കൽ പോലും കണ്ടുപരിചയമില്ല എന്നും അരിയാഹാരം കഴിക്കുന്നവർക്കെല്ലാം തന്നെ ബോധ്യമായതുമാണ്. പക്ഷേ കൊല്ലിച്ചവരെ തൊടാൻ അന്നത്തെ ഭരണ നേതൃത്വം മനഃപൂർവ്വം അനങ്ങിയില്ല. ഇനഫ് ഈസ് ഇനഫ് എന്നതായിരുന്നു വാടക കൊലയാളികളെ മിക്കവാറും അകത്താക്കിയപ്പോൾ ഭരണ നേതൃത്വത്തിൻ്റെ നിലപാട് എന്ന് പറയപ്പെടുന്നത്. കൂടുതൽ അന്വേഷണത്തിലേക്ക് പോയാൽ പ്രത്യാഘാതം ഗുരുതരമാവുമെന്നതായിരുന്നു ഭരണ നേതൃത്വത്തിൻ്റെ ഭയമെന്ന് പറയപ്പെടുന്നത്. അതുകൊണ്ട് ആ വാടക കൊലയാളികളെ അയച്ചവർ ഇന്നും സസുഖം വാഴുന്നു എന്ന് പറയട്ടെ. ഒരന്വേഷണവുമില്ല. തനിക്ക് എന്തെങ്കിലും ഒരു സത്യം വിളിച്ചു പറയാതിരിക്കാനാകില്ല എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഈ കുറിപ്പിലൂടെ. യഥാർത്ഥത്തിൽ ആ ഓപ്പറേഷനിൽ ഉമ്മൻചാണ്ടിയുടെ പങ്ക് തുച്ഛമായിരുന്നു എന്ന് എത്ര പേർക്കറിയാം. ഭീരുവായിരുന്നു ഉമ്മൻചാണ്ടി. അധികാരത്തിന്റെ ദണ്ടുപയോഗിച്ച് ദുർബലനായ ഭരണാധികാരിയായിരുന്നു ഉമ്മൻചാണ്ടി. കടുത്ത ദൈവവിശ്വാസി. അതുമാത്രമാണ് അദ്ദേഹത്തിന്റെ ഈടുവെപ്പും രക്ഷാകവചവും. അത് കയ്യിലുള്ളത് കൊണ്ട് മാത്രം ഒരു ഗോഡ്സെയും ചാകില്ല ഉമ്മൻചാണ്ടി എന്ന് പറയേണ്ടിയിരിക്കുന്നു. TP കൊല്ലപ്പെടുന്നതിന് തൊട്ടു മുൻപ് അല്ലെങ്കിൽ ആ തൊട്ടു മുമ്പ് തന്നെ അവിടെ ഓരോ പോലീസ് സ്റ്റേഷനിൽ വിന്യസിച്ചിരിക്കുന്ന സേനയിലെ രാഷ്ട്രീയ പ്രവർത്തകരുടെയും CPM അംഗങ്ങളുടെയും കൃത്യമായ പട്ടിക കൊല്ലപ്പെടുന്നതിന് ഏതാനും ദിവസം മുമ്പ് കൃത്യമായ പേര് വിവരങ്ങൾ നേരിട്ട് മുഖ്യമന്ത്രിക്ക് ചന്ദ്രശേഖരൻ നൽകിയിരുന്നു. അതൊന്നും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ കണക്കിലെടുത്തില്ല എന്നിപ്പോൾ പറയേണ്ടിയിരിക്കുന്നു. CPM-ന്റെ രൗദ്രത തിരിച്ചറിയാത്ത അപ്പാവിയായിരുന്നു ഉമ്മൻചാണ്ടി. ഉമ്മൻചാണ്ടിയെ കുഴിച്ചുമൂടാൻ സരിത എന്ന താടക ഒരാൾ മതിയെന്നായിരുന്നു CPM-ന്റെ കണക്കുകൂട്ടൽ. ജഡ്ജിക്കും പാർശ്വവർത്തികൾക്കും എത്രയോ വാരിക്കോരി ചെലവിട്ടത് എന്ന് ആലോചിക്കുക. പക്ഷെ ഇതിനെല്ലാം സാക്ഷിയായി 2 ദിവ്യ കണ്ണുകൾ അതുക്കും മേലെ ഉണ്ടായിരുന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നു. സരിതയെ ഇറക്കി ഉമ്മൻചാണ്ടിയെ തകർക്കാൻ വിഫല ശ്രമം നടത്തിയ നൃശംസനെ ഇന്ന് ഏറ്റവും കൂടുതൽ വാഴ്ത്തുന്നത് ഉമ്മൻചാണ്ടിയുടെ മകനാണ് എന്നുള്ള വിരോധാഭാസം കൂടിയുണ്ട്. എന്തൊരു ഉദാര മനസ്കൻ, എന്ത് കുട്ടി എന്ന് ചോദിക്കേണ്ടി വരുന്നു. പൂപോലെയുള്ള ഉമ്മൻചാണ്ടിയുടെ ആത്മാവ് ശവക്കല്ലറയിൽ കിടന്ന് നിസ്സഹായത കൊണ്ട് വീർപ്പുമുട്ടുന്നുണ്ടാകും. മുഖ്യമന്ത്രി എന്ത് ചെയ്തു എന്നാണ് ഈ മകൻ പറയുന്നത് എന്നുകൂടി കേരളത്തോട് പറയൂ. മുഖ്യമന്ത്രി റോമിൽ പോയി പ്രാർത്ഥിച്ചോ, അതോ ജീവകാരുണ്യ ഔഷധം അവിടെ നിന്ന് കൊണ്ടുവന്നോ? എന്തിനത് രഹസ്യമാക്കി വയ്ക്കുന്നു? എത്ര കോടി തന്നു? തുറന്നു പറയൂ. ഉമ്മൻചാണ്ടിയുടെ മകനോടുള്ള ചോദ്യമാണ്. പച്ചനോട്ട് കെട്ടുവെച്ച് പ്രതിഫലം നൽകി വശീകരിക്കാൻ മുഖ്യമന്ത്രിക്ക് കടൽ മുഴുവൻ വറ്റിക്കേണ്ടതില്ല. മുറുക്കിയ കയ്യിലെ ഏതാനും വിരൽ തുറന്നാൽ മാത്രം മതി. ഇത്രയും കണ്ടപ്പോൾ തന്നെ അത്രയും കണ്ണഞ്ചിപ്പോയോ ഈ രാഷ്ട്രീയ കിടാവിന് എന്ന് ചോദിക്കേണ്ടി വരുന്നു ചാണ്ടി ഉമ്മനോട്. കേരളത്തിലെ രാഷ്ട്രീയക്കാരുടെ മുഖം നോക്കിയാൽ മുമ്പ് ഒരു കാലത്തും കണ്ടിട്ടില്ലാത്ത അമ്പരപ്പ് കാണാം. അഗ്നിപർവ്വതത്തിൻ്റെ മുകളിലിരിക്കുന്ന പ്രതീതിയാണ് മുഖ്യമന്ത്രിയുടെയും കുടുംബത്തിൻ്റെയും മുഖങ്ങൾ. ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ പറയേണ്ടി വരുന്നത്. TP ചന്ദ്രശേഖരൻ കൊല്ലപ്പെടുന്നതിന് പിന്നാലെ പോലീസ് സേന കാട്ടിയ ധീരതയും അർപ്പണബോധവും സൈനിക മുറയും അന്വേഷണ മികവും അതിനും ഏതാനും ദിവസം മുൻപ് കാട്ടിയിരുന്നെങ്കിൽ ഒരുപക്ഷെ TPയെ പിണറായി വിജയനും പ്രാദേശിക നേതാക്കളും ഭീഷണിപ്പെടുത്തിയ തരത്തിൽ തന്നെ പൈശാചികമായി കശാപ്പ് ചെയ്യാൻ ആകുമായിരുന്നില്ല. അങ്ങനെ വിശ്വസിക്കേണ്ടി വരുന്നു എന്നുകൂടി പറഞ്ഞു വെക്കേണ്ടിയിരിക്കുന്നു. CPM-ൽ കുറ്റവാസന ഉള്ളവരെ എങ്ങനെയാണ് പരിശീലിപ്പിച്ച് കാട്ടാളന് തുല്യമാക്കുന്നതിൻ്റെ ബാലപാഠം പോലും മനസ്സിലാക്കാത്ത ശിശുവായിരുന്നു ഉമ്മൻചാണ്ടി. CPM-ൽ ദശാബ്ദങ്ങൾ പ്രവർത്തിച്ച ഒരാളാണ് ശക്തിധരൻ എന്ന താൻ. തനിക്കറിയാം പാർട്ടിയോട് കലഹിച്ചാൽ എന്ത് സംഭവിക്കുമെന്ന്. അതിൽ നെല്ലിടയ്ക്കെങ്കിലും രക്ഷപ്പെട്ടത് VS അച്യുതാനന്ദൻ മാത്രമാണ്. പക്ഷേ അങ്ങനെ ഉടൽ അനക്കാനാകാത്ത ഒരായുസ് കിട്ടിയത് കൊണ്ട് എന്തു ഗുണം? VS-ന്റെ ശരീരത്തിലേക്ക് കയറ്റിയ ഔഷധത്തിൻ്റെ ശരിതെറ്റുകളെക്കുറിച്ച് താനിപ്പോൾ ഒന്നും പറയുന്നില്ല എന്നുകൂടി പറയുകയാണ് ആ പഴയ സഖാവായ ശക്തിധരൻ.
പ്രപഞ്ചത്തിൽ മനസ്സിന് പിടികിട്ടാത്ത എന്തൊക്കെയോ സത്യങ്ങൾ ഉണ്ട് എന്ന് ഒരു സംശയം ജനിപ്പിച്ചത് തൻ്റെ അനുഭവങ്ങളാണ് എന്നും അതെഴുതാൻ ഇത്രയും സ്ഥലം മതിയാകില്ല എന്നും അതിന് ജനശക്തി തന്നെ വേണമെന്നും പറഞ്ഞു വെക്കുകയാണ് അദ്ദേഹം. അതാണ് തൻ്റെ നിഘണ്ടു. പക്ഷെ ഇന്ന് അതിനുള്ള പാങ്ങില്ല. താൻ നിസ്വനാണ്. മരണം വരെ അങ്ങനെ ആയിരിക്കുകയും ചെയ്യും. ലാഭേച്ഛ ഞങ്ങളുടെ ലക്ഷ്യമല്ല. ഉദാരമതികളിൽ നിന്ന് ലഭിച്ച പലിശരഹിത വായ്പ കൊണ്ടാണ് 20 വർഷം തന്നെ ഈ സ്ഥാപനം ഓടിയത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ആ ഭാരം ഞങ്ങൾ തലയിൽ നിന്ന് മിക്കവാറും ഇറക്കി വെച്ചു കഴിഞ്ഞു. ഇനിയും അഭ്യുദയകാംക്ഷികളെ ബുദ്ധിമുട്ടിക്കണോ എന്നാണ് ഇപ്പോൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് പാർട്ടി പോലും. പക്ഷേ ജനശക്തിക്ക് പകരം ഒന്ന് അതെങ്ങും കാണുന്നില്ല എന്നുള്ളതാണ്. ജനശക്തി ഞങ്ങൾ ഏറ്റെടുക്കുമ്പോൾ ONV ഞങ്ങളെ അനുഗ്രഹിച്ചത് മറക്കാനാകില്ല എന്ന് പറയട്ടെ. ഈ വെളിച്ചം ഒരിക്കലും കെടരുത് എന്ന് പറഞ്ഞ് അദ്ദേഹം പോസ്റ്റ് അവസാനിപ്പിക്കുകയാണ് ഇവിടെ ജി ശക്തിധരൻ. പക്ഷെ മറക്കരുത്, ഈ വരികൾക്കിടയിൽ എന്തൊക്കെയോ മറഞ്ഞിരിപ്പുണ്ട്. ആർക്കും ഇന്ന് ചോദ്യം ചെയ്യപ്പെടാൻ കഴിയാത്തവണ്ണം. നാളുകളിൽ ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും. ക്രൂരതയുടെ ആൾരൂപങ്ങളെ നിങ്ങളെ നിയമത്തിന് മുന്നിൽ എത്തിക്കുക തന്നെ ചെയ്യും നാളെ. മഹത്തായ ഒരാശയത്തിൻ്റെ അകാല മരണമാണ് കേരളത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. കണ്ണില്ലാത്ത അധമപ്രവർത്തനത്തിന് വഴിയൊരുക്കുന്ന നീചന്മാരുടെ കൂടാരമായി മാറുകയാണോ ഈ പ്രസ്ഥാനമെന്ന് ചോദിക്കേണ്ടിയിരിക്കുന്നു. സഖാക്കന്മാരുടെ വായിൽ നിന്ന് പ്രവഹിക്കുന്ന വാക്കുകൾ ഏത് പറുദീസയിൽ കൊണ്ടിട്ടാലും സമനില വീണ്ടെടുക്കുവാൻ കഴിയാത്തവണ്ണം ഭൂഗർഭത്തിൽ കൊണ്ടിട്ട പ്രതീതിയിലേക്ക് എത്തിക്കുന്നു എന്നുള്ളതാണ്. പാർട്ടിയിൽ അമിതാധികാര കേന്ദ്രമായി വാഴുന്ന ചില കൊടും ക്ഷുദ്രജീവികളാണ് ഇത്തരത്തിലെ പാർട്ടിയെ നാശത്തിലേക്ക് തള്ളിവിടുന്നത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ലോകത്തെ വിറപ്പിച്ചവർ കൂലിപ്പട്ടാളക്കാരെ വെച്ച് രാജ്യഭാരം നടത്തുന്നത് ഇപ്പോൾ നാം കാണുകയാണ്. കൂലിപ്പട്ടാളം തന്നെ അധികാരം പിടിച്ചെടുത്തേക്കുമെന്നുള്ള ഭയം, ആ ഭയപ്പെടുത്തുന്ന ഒരവസ്ഥയിലേക്ക് ആ സംവിധാനം എത്തിയിരിക്കുന്നു. അത് മറക്കാതിരിക്കുക. അപ്പോൾ ഇത് മറികടക്കാൻ നമുക്ക് കഴിയും, ജനങ്ങൾ സഹകരിച്ചാൽ. ജനശക്തിയെ ഭയപ്പെടാത്ത ഒരു ഭരണാധികാരിയും ഒരിടത്തുമില്ല. ജനശക്തി ഒരു മൺചിരാത് മാത്രമാണ്. ഇപ്പോൾ അതിൻ്റെ വെളിച്ചം കൈക്കുമ്പിളിൽ മാത്രം ഒതുങ്ങുന്നതാകാം. പക്ഷേ ഇതുപോലുള്ള ചിരാതുകളിൽ നിന്ന്, ആ ചിരാതുകളിൽ നിന്ന് കൊളുത്തിയ തീ ആളിക്കത്തുന്നതും ജീർണതകളെ ധൂളിയാക്കുന്നതും വിദൂരമല്ല എന്ന് പറയട്ടെ. ഇന്നത്തെ കരങ്ങളിൽ അല്ലെങ്കിൽ നാളെ അത് സംഭവിക്കുക തന്നെ ചെയ്യും. പിണറായിയുടെ ഈ ചീട്ടുകൊട്ടാരം തകർന്ന് വീഴുക തന്നെ ചെയ്യും. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.